ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ട് ഒരു പാനിലോട്ട് കുറച്ച് ക്യാബേജ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് ചിക്കനും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റമദാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ കുറച്ച് മാത്രം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പം എല്ലില്ലാത്ത ചിക്കൻ നോക്കി എടുത്താൽ മതി. ഇതുവരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇതപ്പോൾ നമുക്കൊരു കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കണം ആദ്യം. അപ്പോൾ കുക്കറിലോട്ട് ഇതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ചിക്കനൊക്കെ നന്നായിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കണം. അപ്പം കുറച്ച് വെള്ളം കൂടെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ കേട്ടാൽ മതിയാവും. അപ്പോഴേക്കും ചിക്കനൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ്ട് 2 വിസിൽ കേട്ടിട്ടുണ്ട്. ചിക്കനൊക്കെ അതാണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇനി നമുക്ക് ഈ ചിക്കൻ മാത്രം എടുത്ത് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം നമുക്ക് പിന്നീട് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. പക്ഷെ ഞാൻ ഓർക്കാതെ വെള്ളം അങ്ങ് കളഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വെള്ളം കളയണ്ട, ഒന്ന് മാറ്റി വെച്ചേക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഈ പാത്രത്തിൽ എടുത്തേക്കുന്ന ചിക്കൻ കണ്ടോ, ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ചില ചിക്കനകത്തൊക്കെ കുറച്ച് ചെറിയ ചെറിയ എല്ലും കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എല്ലും കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റി ഇതുപോലെ ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കാം. ചെറിയ പീസസ് ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വലിയ കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് 2ഓ 3ഓ ആയിട്ട് ഇങ്ങനെ ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ ഞാൻ എല്ലാം ഒന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ ഒന്ന് ക്രഷാക്കിയാൽ മതി. കണ്ടോ, ഇതുപോലെയാണ് വേണ്ടുന്നത് കേട്ടോ. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ഇതുപോലെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ഒരു സവാളയാണ് കേട്ടോ ചേർക്കുന്നത്. അത്യാവശ്യം വലിയൊരു സവാള തന്നെ ചേർത്തിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് നീളത്തിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയൊക്കെ ഇനി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കളറൊന്നും മാറണ്ടെങ്കിലും അത്യാവശ്യം നല്ല പോലെ ഒന്ന് വെന്ത് ഒന്ന് കുഴഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ ചെറുതായിട്ട് ഒന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട്, ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ അതുവരെയും ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട് ഒന്നായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതിയാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ചതച്ചത് ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ചേർത്ത് വേറൊരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയപ്പോൾ അതിൽ കുറച്ച് ബാക്കി വന്നത് ഇതിലേക്ക് അങ്ങ് ചേർത്തതാണ് കേട്ടോ. അപ്പോൾ ദാണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നവരെയും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ക്യാബേജ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്യാബേജ് ഇവിടെ ഞങ്ങൾ 2 പേരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആളുകളുടെ എണ്ണം അനുസരിച്ച് കുറച്ചും കൂടെ ക്യാബേജ് വേണമെങ്കിൽ അധികം എടുക്കുക. അപ്പോൾ ചിക്കനും കുറച്ച് അധികം എടുക്കണേ. അപ്പം ഞാനിവിടെ വലിയൊരു ക്യാബേജിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് അത്യാവശ്യം ഇതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞ് ചേർത്തതാണ്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ല ഒരു 1/2 ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞ കളർ വേണം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂണൊക്കെ നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർക്കാം. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ചിക്കനകത്ത് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്ത് വേവിച്ചതാണ്. അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതിയാവും. ഇനി എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതാണ്ട് ഇത് നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം.
ഈ ക്യാബേജൊക്കെ നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ക്യാബേജ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ. കുറച്ച് നന്നായിട്ട് വെന്തൊന്ന് സോഫ്റ്റ് ആവണം. അതുകൊണ്ട് മാത്രം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ വേവിച്ച വെള്ളം ചേർത്താൽ മതി. ഞാനത് അബദ്ധവശാൽ കളഞ്ഞത് കൊണ്ട് ഞാനിതിലേക്ക് സാധാരണ പച്ചവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ ക്യാബേജൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ആകുമ്പോഴേക്കും വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് അവിടെ നിന്നൊന്ന് വേവട്ടെ. ഇപ്പോൾ ദാണ്ടെ ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ദാണ്ടെ നമ്മുടെ ക്യാബേജൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ക്യാബേജ് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ചിക്കൻ ചേർത്ത് ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ചിക്കനൊക്കെ നല്ല വെന്തതാണ്. അപ്പോൾ അതാണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാബേജിന് ൻ്റെ കൂടെ തന്നെ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ക്യാരറ്റൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ചിക്കൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിയില വേണമെങ്കിൽ ഇഷ്ടത്തിന് വേണമെങ്കിൽ ചേർക്കാം, കറിവേപ്പില വേണമെങ്കിൽ ചേർക്കാം. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി ഇതിനകത്തേക്ക് ഇനി ഒരു അര ടീസ്പൂണൊക്കെ ചിക്കൻ മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മസാലേൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്തോളൂ. പിന്നെ ഈ ഒരു ഡിഷിന് ചിക്കൻ മസാല ചേർക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, കുറേ നാളുകൊണ്ട് ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇതുവരെ എനിക്കിത് ഉണ്ടാക്കാം, ഈ സംഭവങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിലും ഉണ്ടാക്കാൻ തോന്നിയിട്ടില്ല, ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ കുറേ നാളുകൊണ്ട് മനസ്സിൽ കരുതി വെച്ചൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കാം, അതൊന്ന് തണുത്ത് വരട്ടെ. ആ ഒരു സമയത്തേക്ക് ഞാൻ കുറച്ച് മൈദേൻ്റെ പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം മൈദയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുത്തതാണ് കേട്ടോ. അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതാണ്ട് ഞാൻ കുറച്ച് സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പം ഇതിനി നമുക്ക് ഓരോ സമൂസ ഷീറ്റും എടുത്ത് ഇതുപോലെ വെച്ചിട്ട് ഇതേ രീതിയിൽ ഒന്ന് മടക്കി എടുക്കണേ. അപ്പം ഇതേ രീതിയിലൊന്ന് മടക്കി എടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, അതങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പശയുണ്ടല്ലോ, അത് ഇതുപോലെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ അങ്ങ് മടക്കിയെടുത്താൽ മതിയാവും. സമൂസയുടെ ഒരു ഷേപ്പൊക്കെ കിട്ടും. സമൂസ ഉണ്ടാക്കാൻ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ സമൂസ വളരെ കുറച്ച് ടൈം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് നോമ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ട വിഭവം തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാം അതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പക്ഷേങ്കിൽ ഈ ഫില്ലിങ് വെച്ച് നിങ്ങൾ ഇതുവരെ സമൂസ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മൾ തിന്ന് തീരുന്ന അറിയേയില്ല, ഇങ്ങനെ തിന്നോണ്ടേ ഇരിക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. പറയാൻ കാര്യം ഞാൻ കുറച്ച് നാൾ മസ്കറ്റിലുണ്ടായിരുന്നു കേട്ടോ. അവിടെ വെച്ചിട്ടാണ് ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത്. അന്നേ മനസ്സിൽ കരുതിയതായത് ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളത്. പക്ഷേ ഇതുവരെ അത് നടന്നിട്ടില്ല. ഇപ്പോൾ ദാണ്ടെ ഞാൻ എന്നാൽ പിന്നെ ഇപ്പം അങ്ങ് ഉണ്ടാക്കാതെ കരുതിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട, ഇത് തന്നെയാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. അതാണ് ഞാൻ വേറെ പ്രത്യേകിച്ച് മല്ലിയിലയോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർക്കാഞ്ഞത്. അപ്പോൾ ദാണ്ടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ബാക്കിയെല്ലാം ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാം. കണ്ടോ, ഇതുപോലെ ഞാനെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താണ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതിയാവും. അപ്പം ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാനിതിലേക്ക് ഗോൾഡ് വിന്നറിൻ്റെ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ എണ്ണയൊന്നും പിടിക്കൂല കേട്ടോ ഇത്. അപ്പോൾ അതായത് എണ്ണ കുടിക്കൂല കേട്ടോ. അപ്പം നമുക്ക് ഇനി പാനിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ആ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇനി നമുക്ക് സമൂസ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. സമൂസ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കാര്യം ഒരുപാട് നേരമായിട്ട് ഫ്രൈ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചുവിട്ടും എടുത്താൽ മതിയാവും. ഒരുപാട് വേവാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതാണ്ട് എല്ലാം ഇതുപോലെ കുറച്ച് 2-3 ബാച്ചായിട്ടാണ് കേട്ടോ ഞാനൊന്ന് ഫ്രൈ ആക്കുന്നത്.
ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് ഒന്ന് റെഡി ആകുമ്പോഴേക്കും ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ആ ഒരു സൈഡ് ഒന്ന് റെഡി ആകുമ്പോഴേക്കും ഇങ്ങനെ എടുത്താൽ മതി. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരുപാട് നേരം ഇട്ട് ഫ്രൈ ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ദാണ്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട് കണ്ടോ. എണ്ണയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് അങ്ങ് എടുത്ത് മാറ്റാം. ഒരുപാട് എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയും കൂടെ ഫ്രൈ ആക്കി കൊണ്ടുവരാൻ ഞാൻ ഇപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സമൂസയാണ്. അപ്പോൾ സമൂസയുടെ ഫില്ലിങ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു റമദാൻ മുബാറക്ക്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.